السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, മഹാന്മാരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാന്യ ശ്രോതാക്കളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് മജ്മഅ അതിൻ്റെ 30-ാം വാർഷികം ആഘോഷിക്കുകയാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് മജ്മഅ നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമയും അന്നത്തെ വീടിൻ്റെ ഉടമയുമായിരുന്ന ആളുകളെ അടുത്ത് തലശ്ശേരിയിൽ പോയി ഒന്നരായ പേരോട് ഉസ്താദും ഞാനുമായിരുന്നു അഡ്വാൻസ് നൽകിയത് വാങ്ങുകയും അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും അത് വളർത്തുകയും ചെയ്തത്. കേരളത്തിൽ ആദ്യമായി 2 വിദ്യാഭ്യാസവും നൽകുന്ന ദഅ്വാ കോളേജ് ആരംഭിച്ചപ്പോൾ ഒരുപാട് ചർച്ചകൾ ഉണ്ടായി. അത് പള്ളികൾക്ക് അപകടം വരുത്തും, ദഅ്വാ കോളേജുകൾ പള്ളികരുത്തുകൾ നശിപ്പിക്കും എന്ന് പറഞ്ഞ് കുറേ ചർച്ചകൾ നടന്നു. ഒരു തവണ ഒന്നരായ എ പി ഉസ്താദ് തന്നെ ഞങ്ങൾ വിളിപ്പിച്ചു. വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് കേട്ടിട്ട് എന്താണെങ്കിലും നിങ്ങൾ തുടങ്ങിയതുമായി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആദ്യമായി ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. ഇന്നത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലേക്കും പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങിച്ചത് ആ ആളുകളുടെ മനസ്സിലേക്ക് ഇസ്ലാമിന്റെ ആശയം, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഈ മുന്നേറ്റം വഴിവെച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അരീക്കോട് മജ്മഅ ഇറങ്ങിയതടക്കമുള്ള ആളുകൾക്ക് നമുക്ക് കാണാം, ഒലക്കക്ക് ചിറ്റിയിട്ട പോലെ 2 തലക്കലും ടൈറ്റിലുള്ള 2 തലക്കലും ഡിഗ്രിയുള്ള ഒരുപാട് ആളുകൾ ഒരു ഭാഗത്ത് തുടങ്ങുമ്പോൾ ഡോക്ടർ എന്ന് തുടങ്ങി അവസാനിക്കുന്നത് സഖാഫി എന്നതിൽ അവസാനിക്കുന്ന ഒരുപാട് ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മ രംഗത്തിൽ നിന്നുണ്ടായതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ ദഅ്വാ കോളേജുകൾ ആയിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ആ നിരക്കുള്ള ഒരവസ്ഥയിൽ ആരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാവുന്ന ഒരവസ്ഥയിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ എത്തിയിട്ടുണ്ട്. അരീക്കോടായതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലക്ക് ആ മേഖലയിൽ ഞാൻ ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ മുജാഹിദിന്റെ ആശയപരമായി എങ്ങനെ മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന ആശയത്തെ അംഗീകരിച്ചുകൊണ്ടോ അവരെ പിന്തുണക്കുന്നതല്ല, മറിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇന്നത്തെ കാലത്ത് അത് ആവശ്യമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്നത് എന്ന് ഭൗതിക രംഗത്തുള്ള ആളുകളോട് ബന്ധപ്പെടുമ്പോൾ പല ആളുകളും അരീക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പറയാറുണ്ട്. അവരോട് ഞാൻ പലപ്പോഴും നേരിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ആ കാലം അല്ലെങ്കിൽ ആ സ്റ്റേഷൻ ഈ വണ്ടി വിട്ടിരിക്കുന്നു എന്നാണ്. വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനവും മുസ്ലിം സമുദായത്തെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് അതോടുകൂടി ആത്മീയമായും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ കൂട്ടായ്മയെ മറികടക്കാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഒരാളും ഇല്ല. എങ്കിൽ പിന്നെ ഭൗതിക വിദ്യാഭ്യാസവും ഭൗതിക രംഗത്തുള്ള ഉയർച്ചയും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് വഹാബിയുടെ കൂടെ കൂടിയ ആളുകൾക്ക് സുന്ദരമായി തിരിച്ചു വരാൻ സമയം ആയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കുറെ ആളുകൾ അൽഹംദുലില്ലാഹ് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഖത്തറിൽ ചെന്നപ്പോൾ വളരെ ടോപ്പ് റാങ്കുള്ള ഒരു എഞ്ചിനീയർ, അദ്ദേഹം ഇതേ വാദഗതിയാണ് എന്നോട് ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ തവസ്സുൽ മിസ്സിഗാസയിലേക്കൊന്നുമില്ല, പക്ഷേ അക്ഷരം പഠിക്കാൻ നിറായ ബഷീർ ഫൈസി ദഅ്വാ കോളേജ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ അതിലെ ഉസ്താദ് മുദരിസുമായി നേതൃത്വത്തിലുണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാലം ഇവിടെ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ
ഇന്നുള്ള ചലനങ്ങളും കാര്യങ്ങളും വളരെ വിശദമായി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ വിശദീകരിച്ചു കൊടുത്തു. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് രാജ്യത്തിലും രാജ്യാന്തരങ്ങളിലും നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മുജാഹിദാകേണ്ട ആവശ്യം ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുജാഹിദാകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഇവിടെ കയ്യിൽ മുജാഹിദിന്റെ ഒരു എലൈറ്റൽ ഗ്രൂപ്പ് ഉണ്ട്, അവിടെ അതിലേക്കുള്ള രാജി എഴുതി കൊടുത്തു. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ജാമിയ ഹിക്മയുടെ കീഴിൽ നാം ഹിക്മിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെയും സർക്കാരിന്റെയും അംഗീകാരത്തോടെ ബികോം ഡിഗ്രി അവിടെ നൽകുന്നു, BBA നൽകുന്നു, BA എക്കണോമിക്സ് നൽകുന്നു, BA മാസ് കമ്മ്യൂണിക്കേഷൻ നൽകുന്നു, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നൽകുന്നു, MCom ഡിഗ്രിയും നൽകുന്നു. മുഴുവൻ കാലിക്കറ്റ് അഫിലിയേഷനും എക്സാമിനേഷൻ സെന്ററും ഉള്ള നിലക്കാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ വാർഷികം 5ാം വാർഷികം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മാർച്ച് 5, 6 തീയതികൾ നടക്കുന്നു. ഈ സ്റ്റേജിൽ കാണുന്ന ഒട്ടുവക്ക നമുക്ക് മിക്ക നേതാക്കളും അതിന് പുറമെ നമ്മുടെ മറ്റു സാദാത്തുക്കളും നേതാക്കളും ആ സമ്മേളനത്തിലും പങ്കെടുക്കുന്നു. മാർച്ച് 6 നടക്കുന്ന ആ സമ്മേളനം നിങ്ങൾ മുഴുവനും പൂർണ്ണമായി പങ്കാളികളായി വിജയിപ്പിക്കണം. ആ സ്ഥാപനത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളിലും പരിസരത്തിലും പഠിച്ചു +2 നേടുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഏത് കോഴ്സുകളിലും തുടർ പഠനം നടത്തുന്നതിന് അവർ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നാം ഉണ്ടാക്കി വെക്കുന്ന കൾച്ചർ, ആ സംസ്കാരം അവർക്ക് ജീവിതാന്ത്യം വരെ അതുപോലെ നിലനിർത്താൻ പറ്റുന്ന രൂപത്തിൽ ഡിഗ്രിയും PGയും നൽകാനുള്ള അവസരം അതും ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.